ജനാധിപത്യ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ഒരു സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ജനസമക്ഷം എത്തി ചർച്ചകൾ നടത്തുന്നതും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതുമായ രീതി ലോകത്ത് തന്നെ ഇത്തരത്തിലാദ്യമാണ്. ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം പ്രവർത്തനം സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ നടപ്പാക്കാനാവൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കീഴിൽ 35 കോടി രൂപ മാറ്റിവെക്കുന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം അനുവദിക്കും. നവകേരള സദസ്സിൽ വിഭാവനം ചെയ്തതും കുറഞ്ഞ ചെലവും ഉന്നത നിലവാരവുമുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ ആസൂത്രണ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ബന്ധപ്പെട്ട ഭരണവകുപ്പിൻ്റെ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ച് അതത് ഭരണവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ്. സർ, ഭാവി കേരളത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്ന ദിശാസൂചകങ്ങളായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി 1000 കോടി രൂപ ചെലവഴിക്കും. അതും സാർ മാന്ദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവും. 140 മണ്ഡലത്തിലും ഉണ്ടാവും. എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ. വിഭവ സമാഹരണം അല്പം ഉണ്ട്, മൊത്തം വായിക്കേണ്ടതാണ്. ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നതിൽ നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ. വിഭവ സമാഹരണം ഭാഗം 4 വിഭവ സമാഹരണം. വൈദ്യുതി തീരുവ. സർ, 1963 മുതൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1.2 പൈസ ചുമത്തിയിരുന്നു. 63 നിശ്ചയിച്ചതാണ്. ആയതിനാൽ ഇത് യൂണിറ്റിന് 15 പൈസയായി വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ 24 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 1963 മുതൽ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നൽകേണ്ട ഡ്യൂട്ടി നിരക്ക് 6 പൈസ എന്നുള്ളത് 63 നിശ്ചയിച്ച 6 പൈസ എന്നുള്ളത് യൂണിറ്റിന് 10 പൈസയായിട്ട് കാലോചിതമായി വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ 101.41 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, ജുഡീഷ്യൽ കോടതി ഫീസ്. സർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. സർ, മുൻകാലങ്ങളിൽ കോടതി ഫീസ് പരിഷ്കരിച്ചിരുന്നത് ഇതിലേക്കായി സർക്കാർ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ശുപാർശയിന്മേലായിരുന്നു. സംസ്ഥാനത്തെ കോടതി ഫീസ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് റിട്ടയർഡ് ശ്രീ VK മോഹൻ അധ്യക്ഷനായി ഒരു 5 അംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത കമ്മിറ്റി അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾക്ക് അനുസൃതമായി താഴെ പറയുന്ന വർധനവുകൾ വരുത്തുന്നു. സർ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 138 വകുപ്പിൻ്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പ്രത്യേക കോടതി ഫീസ് ഈടാക്കി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴും 10 രൂപയായിട്ടാണ് ഇത് തുടരുന്നത്. ആയത് പരിശോധിച്ച് കമ്മിറ്റി നിരസിക്കപ്പെടുന്ന ചെക്കിൻ്റെ തുക 10,000 രൂപ വരെയുള്ള സംഗതികളിൽ 250 രൂപയായും 10,000 രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ 3 ലക്ഷം രൂപയിൽ കവിയരുതെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ചെക്ക് തുകയുടെ 5% തുകയും കോടതി ഫീസായിട്ട് ഉയർത്തുന്നു. ഈ ആക്ടിന് കീഴിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സംഗതികളിൽ കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിന് 1000 രൂപയും പരാതിക്കാരൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിൽ വിചാരണ കോടതിയിൽ ഒടുക്കിയ കോടതി ഫീസിൻ്റെ പകുതിക്ക് തുല്യമായ തുകയും കോടതി ഫീസായി ഉയർത്തുന്നു. അതുപോലെ ഹൈക്കോടതി മുമ്പാകെ പരാതിക്കാരൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷനിൽ ചെക്ക് തുകയുടെ 10 നിന്നും ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷൻ 1500 രൂപയും കോടതി ഫീസായി ഉയർത്തുന്നു. സമാനമായി 1984 ഫാമിലി കോർട്ട് ആക്ടിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ 7(1)C വകുപ്പ് പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ 50 രൂപയാണ് ഫീസ് ചുമത്തി വരുന്നത്. ആയതും പരിഷ്കരിക്കുവാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. തർക്കസംഗതിയിലെ 1 ലക്ഷം രൂപ തുക 1 ലക്ഷം കവിയാത്തിടത്ത് 200 രൂപയും 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സംഗതിയിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5%, 5 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ പരമാവധി 2 ലക്ഷം രൂപ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അവകാശപ്പെടുന്ന തുകയുടെ 1% കോടതി ഫീസ് ചുമത്തും. ഈ കേസുകളിന്മേൽ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടുന്ന അപ്പീലുകളിന്മേലും ഇതേ ഫീസാകും ഉണ്ടാവുക. സർ, മുൻ ഹൈക്കോടതി ജഡ്ജി ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആൻഡ് സൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരും. ഇതുവഴി സർക്കാർ 50 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മറ്റു മേഖലകളിലും കോടതി ഫീസ് പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്.